നമസ്കാരം. മാധ്യമപ്രവർത്തകയെ അപമാനിച്ചു എന്ന കേസിൽ മുൻകൂർ ജാമ്യം തേടി മുൻ എംപിയും നടനുമായ സുരേഷ് ഗോപി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടി. ഹർജി ജനുവരി 8-ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് സി പ്രദീപ് കുമാറാണ് ഹർജി പരിഗണിച്ചത്. ഒക്ടോബർ 27-ന് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഹോട്ടൽ ലോബിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനിടെ സുരേഷ് ഗോപി അപമര്യാദയായി പെരുമാറി എന്നാണ് കേസ്. സംസാരിക്കുന്നതിനിടെ ചുമലിൽ പിടിച്ചതായും ഒഴിഞ്ഞുമാറിയപ്പോൾ വീണ്ടും ചുമലിൽ പിടിക്കാൻ ശ്രമിച്ചെന്നും കൈ തട്ടിമാറ്റിയെന്നുമാണ് മാധ്യമപ്രവർത്തകയുടെ പരാതി. നടക്കാവ് പോലീസ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 354A-യിലെ 2 ഉപവകുപ്പുകൾ അനുസരിച്ചാണ് സുരേഷ് ഗോപിയുടെ പേരിൽ ലൈംഗികാതിക്രമത്തിന് കേസെടുത്തത്. കേസിൽ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കുറ്റം, അതായത് IPC സെക്ഷൻ 354 കൂടി ചുമത്തിയെന്നും ഹർജിയിൽ പറയുന്നു. 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ജാമ്യമില്ലാത്ത കുറ്റമായതിനാൽ അറസ്റ്റ് ചെയ്യുമെന്ന ആശങ്കയുണ്ട്. ജനുവരി 17-ന് മകളുടെ വിവാഹം ഗുരുവായൂരിലും റിസപ്ഷൻ തിരുവനന്തപുരത്തും നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പു കേസിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്കു വേണ്ടി പ്രതിഷേധ മാർച്ച് നടത്തിയതിലുള്ള വൈരാഗ്യമാണ് കേസെടുക്കാൻ കാരണമെന്നും ഹർജിയിൽ പറയുന്നു. അതേസമയം സുരേഷ് ഗോപി അപമര്യാദയായി പെരുമാറിയതിൽ പ്രതികരണവുമായി മാധ്യമപ്രവർത്തകയും രംഗത്തെത്തിയിരുന്നു. മോശം പെരുമാറ്റം മാനസികമായി ഏറെ ആഘാതമുണ്ടാക്കിയെന്നാണ് അവർ പ്രതികരിച്ചത്. സുരേഷ് ഗോപിയുടേത് വിശദീകരണമായിട്ടേ തോന്നിയിട്ടുള്ളൂ എന്നും മാപ്പായിട്ട് തോന്നിയിട്ടില്ലെന്നും അവർ പറഞ്ഞു. ചോദ്യം ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി തോളിൽ തഴുകി, പെട്ടെന്ന് ഷോക്കായി, പിന്നോട്ട് വലിഞ്ഞു, വീണ്ടും സുരേഷ് ഗോപി തോളിൽ കൈവച്ചു. ഇത് മാനസികമായി ഏറെ ആഘാതമുണ്ടാക്കിയെന്നും അവർ പറഞ്ഞു. അതുകൊണ്ടാണ് പരാതി നൽകുന്നത്. തനിക്ക് മോശമായി തോന്നിയതുകൊണ്ട് മാപ്പ് പറയേണ്ട, ചെയ്തത് മോശമാണെന്ന് തിരിച്ചറിയണം. അനുവാദമില്ലാതെ മറ്റൊരാളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് തെറ്റ് തന്നെയാണ്. സുരേഷ് ഗോപി പറഞ്ഞത് വിശദീകരണമായിട്ടേ തോന്നിയുള്ളൂ, മാപ്പായിട്ട് തോന്നിയിട്ടില്ല. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുമായിരുന്നു അവർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഒരു മകളെ പോലെയാണ് കണ്ടതെന്നും ഒരച്ഛനെ പോലെ മാപ്പ് പറയുന്നുവെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പിന്നീട് പറഞ്ഞു. പലതവണ ഫോണിൽ വിളിച്ച് മാപ്പ് പറയാൻ ശ്രമിച്ചു. എന്നാൽ അവർ ഫോൺ എടുത്തില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അത് ആ പെൺകുട്ടിക്ക് മോശമായിട്ട് തോന്നിയാൽ ക്ഷമ പറയേണ്ടത് തന്നെയാണ്. പലതവണ സോറി പറയാൻ വിളിച്ചു, എന്നാൽ ഫോൺ എടുത്തില്ല. നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ താൻ എന്ത് പറയാനാണ്? മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ തൻ്റെ വഴിമുടക്കിയാണ് അവർ നിൽക്കുന്നത്. സൈഡിലേക്ക് മാറ്റി പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ചോദ്യം വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഒരച്ഛൻ എന്ന നിലയിൽ മാപ്പ് പറയും. അങ്ങനെയുള്ള പെൺകുട്ടികളെ മകളെപ്പോലെയാണ് കാണുന്നത്. 3 പെൺകുട്ടികളുടെ അച്ഛനാണ് താൻ. പൊതുസ്ഥലത്ത് താൻ അങ്ങനെ പെരുമാറുമോ എന്നും സുരേഷ് ഗോപി ചോദിച്ചിരുന്നു. അവർക്കത് അപ്രിയമായി തോന്നിയാൽ മാപ്പ് പറയുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഭവത്തിൽ നടൻ സുരേഷ് ഗോപി മാപ്പ് പറയണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയനും ആവശ്യപ്പെട്ടിരുന്നു. ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവയ്ക്കുമ്പോൾ തട്ടിമാറ്റിയിട്ടും അത് ആവർത്തിച്ച സുരേഷ് ഗോപിയുടെ പ്രവൃത്തി അപലപനീയമാണെന്നും വനിതാ കമ്മീഷനിൽ പരാതി നൽകുമെന്നുമാണ് ഭാരവാഹികൾ അറിയിച്ചിരുന്നത്.